ഇന്ന് പുസ്തകമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കഥയമ്മ പുനരാരംഭിച്ചാലോ? കുറേ ആയി പ്രേക്ഷകർ ചോദിക്കുന്നു, ആ കഥയമ്മ എന്താ എടുക്കാത്ത? രാമേന്ദ്ര സാറിൻ്റെ ആ തടിയൻ പുസ്തകം ഒന്ന് എടുത്ത് വെച്ചാൽ നമുക്ക് തുടങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് ഇന്നെന്താ കഥ? നമുക്ക് 1966 ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. 66 ജൂൺ 16 റാന്നി മാടത്തരുവി. നമ്മുടെ ഫാദർ ബെനഡിക്റ്റ് 2 സിനിമ വന്നിട്ടുണ്ടല്ലേ? 2 സിനിമ, മാടത്തരുവി, മൈനത്തരുവി. കാരണം മാടത്ത എന്ന് പറഞ്ഞാൽ മൈന എന്നും പറയും. അത് ഒരേ സംഭവത്തെ കുറിച്ച് 2 സിനിമ ഇറങ്ങി, അടുത്തടുത്താണ് എനിക്ക് ഇറങ്ങിയത്. ഒരേ ആഴ്ചയാണ് റിലീസ് ചെയ്തത്, ഒരേ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത്. 2 സിനിമ. അതൊരു സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ, മറ്റേത് സംവിധാനം ചെയ്ത് P.A. തോമസ്. ഇങ്ങനെ ഈ വടക്കമ്പാട്ടുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ചാക്കോ ഒരെണ്ണം എടുക്കും, അസീം കമ്പനി എന്ന് പറഞ്ഞിട്ട് അന്നൊരു നിർമ്മാണ സെറ്റുകളുണ്ട്, അസീം കമ്പനി, ഇവരും ഇറക്കും. ഇങ്ങനൊരു ഒരേ വിഷയമൊക്കെ വരും. അപ്പോൾ ഈ 2 സിനിമയും വന്നൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ ഇതിനകത്ത് നായികമാരും ഒക്കെ വേറെയായിരുന്നു. കാരണം ഒന്നിലും കഥയോ കഥ 2ലും സെയിമാ. 2ലും ഈ അച്ഛനെ കുറ്റവിമുക്തനാക്കുന്ന നിരപരാധിയാണെന്ന് പറയുന്ന സിനിമകളും ആയിരുന്നു. അതിനുവേണ്ടി ഇറക്കിയ സിനിമ അന്നേ ഉണ്ട്. കുഞ്ചാക്കോടയിൽ സത്യനും ശീലയും, മറ്റേലും ഉമ്മറും ഉഷാകുമാരിയും. അങ്ങനെയായിരുന്നു ആ സിനിമകളൊക്കെ വന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വൈദികൻ ശിക്ഷിക്കപ്പെടുന്നത് കൊലക്കേസിൽ, ബലാത്സംഗ കേസിൽ, അല്ലേ? അപ്പോൾ മാടത്തരുവി അല്ലെങ്കിൽ മൈനത്തരുവി. പക്ഷെ മാടത്തരുവി എന്ന് പറഞ്ഞൊരു സ്ഥലമല്ലേ? അല്ല, ഈ സ്ഥലത്തിന്റെ പേര് മാടത്തരുവി. പിന്നെ അത് മൈനത്തരുവി ആക്കിയത് ഒരു ഭാവനയാണ്. അതെ, അത് ആ മാടത്ത എന്നുള്ളത് വെച്ച് മൈനെടുത്താണ്. അപ്പോ അവിടെ മന്ദമരുതി എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. മന്ദമരുതി കേട്ടിട്ടുണ്ട്. മന്ദമരുതി കൊലക്കേസിന് ഇത് അറിയപ്പെടുന്നുണ്ടായിരുന്നു. മന്ദമരുതി വെള്ളച്ചാട്ടത്തിനെ പറ്റി ഇന്നിപ്പോ ഗവി എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധമായി വരുന്ന പോലെ ഈ സംഭവത്തിന് ശേഷമാണ് മന്ദമരുതി പ്രസിദ്ധമായി. ഉണ്ട്. അപ്പോ 1966 ജൂൺ 16 പുലർച്ചെ അവിടെ തോട്ടം തൊഴിലാളികൾ ഉള്ള തോട്ടം മേഖല. അപ്പൊ തോട്ടം തൊഴിലാളികള് മാടത്തരുവി, ആ അരുവിയുടെ അരികിൽ കൂടി അങ്ങനെ അരുവി ഉണ്ട്. അതിൽ കൂടി പോകുമ്പോ അവരുടെ പണിക്ക് പോകുമ്പോ തോട്ടത്തിലേക്കുള്ള നടവഴിയുടെ നടുവില് മധ്യത്തിലായിട്ട് ഒരു സ്ത്രീയുടെ ജഡം, ഒരു സ്ത്രീ വഴിയിൽ കിടക്കുകയാണ്, മരിച്ചു കിടക്കുന്നു. മുഖത്തിന്റെ അതായത് പകുതി മൂടിയിരിക്കുകയാണ് ജഡത്തിന്റെ. മുഖത്തിന്റെ അതെന്താന്ന് വെച്ചാൽ ഈ ജഡം കണ്ടവര് മുഴുവൻ പിന്നെ ഓടാൻ തുടങ്ങി. അത് അങ്ങനത്തെ ഒരു രൂപമായിരുന്നു ഇതിൻ്റെത്. വികൃതമാക്കിയിരിക്കുന്നു. മുഖത്തിന്റെ ഒരു ഭാഗം തറന്നിട്ടുണ്ട്, നെഞ്ചില്, വയറ്റില്, കഴുത്തില് കുത്തിയിട്ടുണ്ട്. ഒരു പുതപ്പ് കൊണ്ട് കുത്തിയിട്ടുണ്ട്. ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട് പകുതി ഭാഗം. അങ്ങനെയാണ്. അപ്പൊ ഈ മാരകമായ മുറിവുകളൊക്കെ കണ്ടിട്ട് ബീഭത്സമായിരിക്കുന്നു ജഡം. അതുകൊണ്ടാണ് കണ്ടവര് അവിടെ നിൽക്കാതെ ഓടിയത്. അല്ല, മുഖത്ത് എവിടെയോ എന്തുകൊണ്ട് അടിച്ചതായിരിക്കാം, കത്തി കൊണ്ട് കുത്തിയതോ മുഖത്ത് തന്നെ ഒക്കെ ആയിരിക്കും. ആ ഭാഗത്തേക്ക് വരാം. അപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ആലപ്പുഴ, ഇതാരാന്നറിയില്ല ഈ ജഡം, കാരണം അവിടുത്തെ കാര്യം അല്ലത്. അവിടുത്തെ കാര്യമാണെങ്കിലല്ലേ ആളുകൾ അറിയുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോ ആലപ്പുഴയിലെ പോലീസ് സ്റ്റേഷനില് ഒരു വൃദ്ധ കയറി ചെന്നു. കൂട്ടുകാരിയുണ്ട് വൃദ്ധയുടെ, ആ വൃദ്ധയുടെ അയൽക്കാരി ഒപ്പം ചെന്നിട്ടുണ്ട്. അപ്പൊ അവര് ആഭരണങ്ങള് ഒക്കെ നോക്കി ഈ ജഡത്തിൽ നിന്ന്. പറ്റി പത്രത്തിൽ വാർത്ത വന്നല്ലോ, പത്രവാർത്ത വായിച്ചിട്ട് ഇവര് പോവാണ്. ഇവരുടെ മകള് 2 ദിവസം മുമ്പ് പോയതാണ്. അച്ഛനെ കാണാൻ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഇവര് തിരിച്ചു വന്നിട്ടില്ല. ചങ്ങനാശ്ശേരിയിൽ അച്ഛനെ കാണാൻ ഞാൻ പോവുകയാണ് എന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. അപ്പോ ചങ്ങനാശ്ശേരിയിൽ അച്ഛനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇവർക്ക് 5 കുട്ടികളുണ്ട്. വിധവയാണ് ഇവര്. മറിയക്കുട്ടി വിധവയാണ്. 5 മക്കളുണ്ട്. ഈ ഏറ്റവും ഇളയ കുട്ടിക്ക് 2 വയസ്സ്. അത് അച്ഛന്റെ കുട്ടിയാണ് എന്നാണ് കേസിന്റെ ഭാഗമായിട്ട്. അച്ഛൻ എന്ന് പറഞ്ഞത് പള്ളിയിലെ അച്ഛനാണോ? പള്ളിയിലെ അച്ഛൻ. ഞാനോടത്ത് അച്ഛനെ കാണാൻ പോകും. ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം
അല്ല, അത് ഈ മാതാവ് ഇവരുടെ അമ്മ പോലീസിനോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛൻ വേറെ എവിടെയാണ്, ആ സ്വന്തം പിതാവ് അദ്ദേഹത്തെ കാണാൻ പോയതെന്ന് ഒരു ധാരണ പെശക് വരാതിരിക്കാൻ. കുട്ടിയുടെ ഭർത്താവാണെന്ന് കരുതിയോ? മറിയക്കുട്ടിയുടെ അച്ഛൻ. അവരുടെ നമ്മൾ പറയുമ്പോ അപ്പൻ എന്നല്ലേ പറയുള്ളൂ. ശരിയാണ്. അപ്പൊ ക്ലാരിറ്റിക്ക് വേണ്ടി എനിക്കറിയാം, അതറിയാം. അപ്പോ ഈ ബെനഡിക്റ്റ് ഓണംകുളം അയാൾ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആലപ്പുഴ ഇടവകയിലും നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്ഫർ വരുമല്ലോ, അങ്ങനെ ഈ സമയം ചങ്ങനാശ്ശേരിയിലാണ്. ആലപ്പുഴ ഇടവകയിൽ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു മറിയക്കുട്ടിയായിട്ട് പരിചയം. അതാണ് ചിറക്കിടവ് പള്ളിയില് ഉണ്ടായിരുന്നു, പൊൻകുന്നത്തിന്റെ അടുത്തുമൊക്കെ. അപ്പോൾ 5 മക്കളുടെ അമ്മയാണിവര്. ഈ അവസാനത്തെ കുട്ടി സാധാരണ അച്ഛനെ കാണാനായിട്ട് ഇവർ പോകുമ്പോൾ അച്ഛനെ ഞാൻ ഈ ബെനഡിക്റ്റിന് ഇനി പറയും. അച്ഛനെ കാണാൻ പോകുമ്പോൾ ഈ ഇളയ മകൻ ഉണ്ടല്ലോ, അച്ഛന്റെ മകൻ എന്ന് പറയും, അച്ഛന്റെ കൊച്ച്, അതുമായിട്ടേ പോകുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ കേസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ അച്ഛനെ ഈ കൊച്ചിനെയൊക്കെ കാണിച്ചിട്ട് അച്ഛന്റെ കൊച്ചാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഇടക്കിടക്ക് പൈസ മേടിക്കും. പൈസ മേടിക്കുന്നത് അച്ഛനിങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന് അച്ഛന് തോന്നി. എങ്കിൽ പിന്നെ തട്ടിക്കളയാം എന്ന് അച്ഛൻ തീരുമാനിച്ചു. സാമ്പത്തിക ചൂഷണം കൊണ്ടാണ്. അങ്ങനെയാണ് കേസിൽ പറയുന്നത്. അപ്പോൾ ഇവര് എപ്പോഴും മകന്റെ കൂടെ ആണ് അച്ഛനെ പോയി കണ്ടത്. പക്ഷെ അന്നത്തെ ദിവസം ഈ ചങ്ങനാശ്ശേരിയിലേക്ക് അവസാനം അച്ഛനെ കാണാൻ പോയപ്പോ മകനെ കൊണ്ടുപോയില്ല. അപ്പൊ അത് അമ്മയോട് പറഞ്ഞിരുന്നു, മകൻ ഇല്ലാതെ വരണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്ന്. വീട്ടുകാർക്കറിയാം അച്ഛനുമായിട്ടുള്ള ബന്ധം. മൊഴി അങ്ങനെ കോടതിയിലെ മൊഴി ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ഒറ്റയ്ക്കാണ് അവര് പോയത്. അപ്പൊ അച്ഛൻ ബെനഡിക്റ്റ് ഓണംകുളം ഭീഷണി സഹിക്കാനാവാതെ കൊന്നു, കത്തി കണ്ടെടുക്കുകയും ചെയ്തു പോലീസ്. അച്ഛൻ തന്നെ കൊന്നു എന്നാണ്. വേറെ പ്രതികളില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ അച്ഛനെ കാണാൻ പോകുന്നു. അപ്പോൾ പാതിരയ്ക്ക് അച്ഛനൊപ്പം ചട്ടയും മുണ്ടുകൊടുത്തൊരു സ്ത്രീയെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു സാക്ഷിമൊഴി കേസിലുണ്ടായിരുന്നു. ഒരു സംശയം ചോദിക്കട്ടെ, ഒരു ചങ്ങനാശ്ശേരിക്കല്ലേ പോയത്? ചങ്ങനാശ്ശേരി പോയ ശേഷം, കൊന്ന ശേഷം ഇത് മന്ദമരുതി കൊണ്ടുപോയി ചങ്ങനാശ്ശേരി വെച്ച് കൊന്നതാണ്. എന്നിട്ട് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. തള്ളുകയാണ് അവിടെ. കാരണം ചങ്ങനാശ്ശേരിയിൽ തന്നെയാണെങ്കിൽ ഇത് മുഴുവൻ വിവരം അച്ഛൻ്റെ മുകളിലേക്കൊക്കെ ഇത് വരുമല്ലോ. വേറെ എവിടെയെങ്കിലും പോയാൽ അവിടുത്തെ ആരെങ്കിലും ഒക്കെ സംശയിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് അച്ഛൻ വിചാരിച്ചു കാണും. കൊലപാതകമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ലല്ലോ. അല്ല, ഇതെങ്ങനെ കൊണ്ടുപോയി അതൊക്കെ പറയുന്നുണ്ടോ? അതൊരു ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട്. പാതിരയ്ക്ക് എൻ്റെ ടാക്സിയിൽ അച്ഛൻ കയറി എന്ന് ടാക്സി ഡ്രൈവറുടെ മൊഴിയുണ്ട്. അപ്പൊ ജഡം കൊണ്ടുപോയി അവിടെ ഡ്രൈവറുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കത്തി കൊണ്ട്, പക്ഷെ പിന്നീട് ഈ കോടതിയിൽ വന്നപ്പോൾ ഈ കത്തി കൊണ്ട് കോഴിയെ പോലും കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പ്രതിഭാഗം വാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പലരും അവർ വാദിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊല്ലം സെഷൻസ് കോടതി ജഡ്ജി കുഞ്ഞിരാമൻ വൈദ്യർ 1966 നവംബർ 19 വധശിക്ഷ വിധിച്ചു. അപ്പോൾ അന്വേഷണത്തിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ട് എന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രതി വൈദികനായതുകൊണ്ട് ഇത് ഗുരുതരമായൊരു കുറ്റമാണ് എന്ന് കുഞ്ഞിരാമൻ വൈദ്യരുടെ വിധിയിലുണ്ട്. ഞാൻ ഈ മറ്റേ മറിയക്കുട്ടി കൊലക്കേസ് പറ്റി വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഭരത് ഭൂഷൺ എൻ്റെ ഓർമ്മയിൽ വരും. ഭരത് ഭൂഷണെ ആദ്യം കണ്ടപ്പോഴും ഞാൻ ചോദിച്ചത്, ചീഫ് സെക്രട്ടറിക്ക് ആകുന്നതിന് മുമ്പ് അച്ഛനാണല്ലേ ആ മറിയക്കുട്ടി കേസ് വിധിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. ഭരത് ഭൂഷന്റെ പിതാവാണല്ലേ? ഭരത് ഭൂഷന്റെ അച്ഛനാണ് കുഞ്ഞിരാമൻ വൈദ്യര്. വടകരക്കാരാണല്ലോ അവര്. അത് കഴിഞ്ഞ് അദ്ദേഹം കൊല്ലത്തുനിന്ന് ട്രാൻസ്ഫറൊക്കെ ആയി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതി വൈദികനായതുകൊണ്ട് ഇത് ഗുരുതരമാണ് എന്ന് പറഞ്ഞു. ഈ കുഞ്ഞിരാമൻ നമ്പ്യാർ പറഞ്ഞത് ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി പറഞ്ഞു, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അതിപ്പോൾ വൈദികനാണ്, അതുകൊണ്ട് കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. PT രാമൻ നായർ, VP ഗോപാലൻ, ആ ബെഞ്ചാണ് അച്ഛനെ വെറുതെ വിടുന്നത്. PT രാമൻ നായരുടെ സവിശേഷത ICS ഉള്ള ജഡ്ജിമാരുണ്ട്. അതിൽ അവസാനത്തെ ICS ജഡ്ജിയായിരുന്നു PT രാമൻ നായർ. ആന്ധ്ര അരി കുംഭകോണമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് വന്നത്. ഈ അദ്ദേഹത്തിൻ്റെ
ഈ കരിയറിലെ ഏറ്റവും ബുദ്ധിമുട്ട് വന്ന കേസാണിതെന്ന് രാമൻ നായർ പിന്നീട് അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസായിരുന്നു ഏറ്റവും പക്ഷേ വേറെ കാര്യമുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു കൊലക്കേസിലെ പ്രതികളെ നിരുപാധികം കോടതി വിട്ടയച്ചാൽ സംസ്ഥാന സർക്കാർ അപ്പീലിന് പോകും. ഫാദർ ബെനഡിക്റ്റിനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാർ അപ്പീലിന് പോയില്ല. അപ്പം അത് മുകളിലെ കോടതിയിലൊന്നും പോയില്ല. ഇതോടുകൂടി അത് അവസാനിച്ചു. അപ്പോൾ രണ്ടിലും സ്ത്രീയോട് കാണിച്ച ഈ കാരുണ്യത്താൽ കുഴപ്പത്തിൽ, രണ്ട് സിനിമയിലും സ്ത്രീയോട് കാരുണ്യം കാണിച്ചത് കൊണ്ട് കുഴപ്പത്തിൽപ്പെട്ട അച്ഛൻ പാവം, അച്ഛൻ പാവാടാ. അതെ, അച്ഛനും ഊരുന്ന പടങ്ങളായിരുന്നു. രണ്ടും ക്രിസ്ത്യൻ സംവിധായകരാണല്ലോ, കുഞ്ചാക്കോയും പി.എ. തോമസും. വെള്ളപൂശി എടുക്കാൻ വേണ്ടി രണ്ട് സിനിമ വന്നതാണ്. നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമകളിലൊക്കെ. ഉണ്ടായിരുന്നു. 2000 ആണ്ടില് ഒരു പുതിയ വെളിപ്പെടുത്തൽ ഈ സംഭവത്തിൽ ഉണ്ടായി. അതായത് ആ കുട്ടി അച്ഛൻ്റെ കുട്ടിയല്ല, അതൊരു എസ്റ്റേറ്റ് ഉടമയുടെ കുഞ്ഞാണ്. അപ്പോൾ എസ്റ്റേറ്റ് ഉടമ ഒരു ഡോക്ടറുടെ അടുത്ത് ഗർഭഛിദ്രത്തിന് കൊണ്ട് ചെന്നു മറിയക്കുട്ടിയെ. അങ്ങനെ ഡോക്ടർ ഗർഭഛിദ്രം നടത്തിയപ്പോൾ മറിയക്കുട്ടി മരിച്ചതാണ്. മറിയക്കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഗർഭഛിദ്രം കൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ കത്തി കൊണ്ടൊക്കെ കുത്തി വികൃതമാക്കി കൊണ്ട് തള്ളുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വെളിപ്പെടുത്തൽ. ആ ഡോക്ടർ ഉണ്ടല്ലോ, ഗർഭഛിദ്രം നടത്തിയതായിട്ട് പറയുന്ന ഡോക്ടർ ജീവിച്ചിരിപ്പില്ല. ഡോക്ടറുടെ 93 വയസ്സുള്ള ഭാര്യയും 2 മക്കളും കൂടി ബെനഡിക്റ്റിനോട്, അദ്ദേഹം അതിരമ്പുഴയിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് കോട്ടയത്തുണ്ട്. ഈ വാർത്ത ചെയ്തത് ജോർഡി മലയിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ്. അപ്പോൾ ഫാദർ ബെനഡിക്റ്റിന്റെ അടുത്ത് വന്നിട്ട് ഇവർ കുറ്റസമ്മതം നടത്തുകയാണ്, ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ. അപ്പോൾ എസ്റ്റേറ്റ് ഉടമ, ഈ പറയുന്ന എസ്റ്റേറ്റ് ഉടമ മരിച്ചിരുന്നു, ഡോക്ടറും മരിച്ചിരുന്നു. ഇവരുടെ കുടുംബത്തിൽ തുടരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ കുറ്റസമ്മതം നടത്തുകയാണെന്ന് അവര് പറഞ്ഞു. അപ്പോൾ സാന്ത്വനത്തിന് വേണ്ടി പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്നതാണ്. അപ്പോൾ ബെനഡിക്റ്റിനെ കണ്ട് മാപ്പ് പറയാൻ വന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ അതിരമ്പുഴയിൽ ഇവർ വന്ന് മാപ്പ് പറഞ്ഞു. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ 2001 ജനുവരി 11 ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം വിശ്രമ ജീവിതം നയിക്കുന്ന അദ്ദേഹം മരിച്ചുപോയി. മരിച്ചുപോയ ശേഷം വിശുദ്ധ മാതാവിൻ്റെ അതിരമ്പുഴയിലെ പള്ളിയോട് ചേർന്ന് വൈദിക സെമിത്തേരിയിൽ അടക്കി. പിന്നെ ഈ ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തിൻ്റെ മധ്യസ്ഥതയിൽ അത്ഭുത പ്രവൃത്തികൾ വിശുദ്ധനായി ഉള്ളി നടക്കുന്നു എന്ന് സഭ അടിച്ചിറക്കി. എന്നിട്ട് സഹനദാസൻ എന്ന്, ഇങ്ങനെ ഓരോ ദൈവദാസൻ എന്നൊക്കെ പറയില്ലേ, തിരുവനന്തപുരത്ത് സഹനദാസൻ. ആ ദൈവദാസന്റെ ദേവസഹായം, അതെ, സഹനദാസൻ എന്ന് പറഞ്ഞു. അപ്പോൾ 2009-10 വൈദിക വർഷം ആയിട്ട് വത്തിക്കാൻ ആചരിക്കുന്നുണ്ടായിരുന്നു കേരളത്തിലും. അങ്ങനെ ഓണംകുളത്തിൻ്റെ കല്ലറ നിർമ്മിച്ചിട്ട് പേര് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സഭാമക്കളെ സഭ അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥനെ പേര് വിളിച്ചിട്ട് പ്രാർത്ഥനയിലൊക്കെ ഇത് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിശുദ്ധനാക്കാനുള്ള നടപടികളും ഒക്കെ തുടങ്ങി. തൃശ്ശൂർ അക്കാലത്തെ ബിഷപ്പ് ജേക്കബ് തൂങ്കുഴി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ അൽഫോൺസയ്ക്ക് ശേഷം സിസ്റ്റർ അൽഫോൺസ സഹനപുത്രിയെങ്കിൽ ബെനഡിക്റ്റ് സഹനപുത്രനാണ് എന്ന് അതിരമ്പുള്ളിയിലെ പള്ളിയിലെ സന്ദർശക എഴുതി വെച്ചു. ഇങ്ങനെ എഴുതി വെച്ചു. ഇത് പുലിക്കുന്നേല് പിന്നീട് സഭ, നമ്മുടെ ഓശാന ഫൗണ്ടേഷൻ, അതെ, ഓശാന മൗണ്ട്, ജോസഫ് പുലിക്കുന്നേല് ഇതിനെ വിമർശിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഇത് പല കാരണങ്ങളും പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഗർഭഛിദ്രം നടത്തിയെന്നാണല്ലോ പറയുന്നത് ഡോക്ടർ, അപ്പം മരിച്ചുപോയെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ ഗർഭിണി അല്ലായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപ്പം തന്നെ ഇത് പൊളിഞ്ഞ് പാളീസായിപ്പോയി ആ ഒരൊറ്റ കാര്യം കൊണ്ട്. അപ്പോൾ കർമ്മല കുസുമം എന്ന് പറഞ്ഞിട്ട് സഭയുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, അതിൻ്റെ പത്രാധിപര് MJ കളപ്പുരയ്ക്കൽ അങ്ങേര് ഒരു ലേഖനം എഴുതിയപ്പോൾ എസ്റ്റേറ്റ് ഉടമ, ഈ കൊല്ലാനെ ഏൽപ്പിച്ച
എസ്റ്റേറ്റ് ഉടമ എന്ന് പറഞ്ഞിട്ട് ഒരു പേരും പറഞ്ഞു. ശരിക്കും ഉണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റ് ഉടമ മണിമലയത്ത് പൈലോച്ചൻ, പൈലോച്ചന്റെ പേര് പറഞ്ഞു. അപ്പൊ പൈലോച്ചന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. പൈലോച്ചന്റെ മകൻ ഇത് അസംബന്ധമാണ് പറയുന്നത്. ഞങ്ങളുടെ അപ്പച്ചൻ ഇങ്ങനത്തെ വൃത്തികേടിനൊന്നും നിന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് കേസൊക്കെ ആവുന്ന കണ്ടപ്പോൾ ഞാൻ മംഗളത്തിലും ഒക്കെ വായിച്ചതാണെന്നൊക്കെ ഈ കളപ്പുരക്കില് പറഞ്ഞു. മംഗളം പത്രത്തിലോ മറ്റോ. ഈ മറിയക്കുട്ടി കൊലക്കേസ് നടക്കുന്ന കാലത്ത് മംഗളം പത്രം ഇല്ല. അപ്പൊ ആകെ പറയുന്ന മുഴുവൻ ഈ സഭ സംഭവമാണ്. അപ്പോ പിന്നെ ഇതിലൊരു പ്രശ്നം വന്നത് എന്താന്ന് വെച്ചാൽ ഗർഭഛിദ്രത്തിൽ മരിച്ചു എന്നിരിക്കട്ടെ, കൊലക്കുറ്റത്തിനേക്കാൾ ചെറുതല്ലേ ഗർഭഛിദ്രം കൊണ്ട് മരിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഇത് കൊല്ലുകയും കൂടി വേണോ? അതെ, ഈ കത്തിയെടുത്ത് പിന്നെ ഒക്കെ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ ഗർഭിണി അല്ല എന്നുണ്ട്, നേരിട്ടറിയാവുന്ന സാക്ഷിയില്ല, കത്തി കിട്ടിയില്ല എന്നൊക്കെ ഇവര് പറഞ്ഞു. കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, കത്തി കണ്ടെത്തി. പോലീസ് കത്തി കിട്ടിയില്ലെങ്കിൽ തന്നെ വേറൊരു കത്തി വെക്കില്ലേ, ആ കാലമല്ലേ. അപ്പോൾ ഈ 1984 വേണമെങ്കിൽ DNA എന്നൊക്കെ സഭ പറഞ്ഞിരുന്നു. DNA ടെസ്റ്റ് 1984 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതും തെറ്റിപ്പോയി, പൊളിഞ്ഞു. മറിയക്കുട്ടിയുടെ മകളെ ഈ വെളിപ്പെടുത്തലിന് ശേഷം മാതൃഭൂമി പോയി കണ്ടു. അപ്പം മറിയക്കുട്ടിയുടെ മകള് പറഞ്ഞു, അച്ഛനെ കാണാൻ വേണ്ടി തന്നെയാണ് അമ്മ പോയത് ചങ്ങനാശ്ശേരിയിൽ. മോനെ കൊണ്ടുവരണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എസ്റ്റേറ്റ് മുതലാളി എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മുടെ സമീപകാലത്ത് വയനാട്ടിലെ മറ്റേ റോബിൻ അച്ഛൻ ഒരു ഗർഭം ഉണ്ടാക്കിയതിനു ശേഷം ആ കുട്ടിയുടെ പിതാവ് കുഞ്ഞിന് വേറൊരാളുടെ നിലയിൽ വെച്ചില്ലേ? വെച്ചു. പിന്നെ ഞാൻ ഏറ്റെടുത്തോളാം, കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് റോബിൻ അച്ഛൻ വന്നു. അപ്പോ ഈ അച്ഛൻ കോടതിയിൽ പറഞ്ഞത് എനിക്ക് മറിയക്കുട്ടിയെ അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല എന്നാണ് കോടതിയിൽ അച്ഛൻ വിസ്താരത്തിൽ പറഞ്ഞത്. പക്ഷെ ജോർഡി മലയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ സംഭവിച്ച മാപ്പ് പറഞ്ഞ ശേഷം ഇവരറിഞ്ഞ ജോർഡി മലയിൽ അച്ഛനെ കണ്ടപ്പോ ബെനഡിക്റ്റ് ഓണംകുളം ജോർഡിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് മറിയക്കുട്ടിയെ അറിയാം. കോടതിയിൽ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായിട്ടാ പറഞ്ഞത്. എനിക്ക് മറിയക്കുട്ടിയെ അറിയാം, ചക്കരക്കടവ് പള്ളിയിൽ വരുമായിരുന്നു, ചങ്ങനാശ്ശേരിയിലും വരുമായിരുന്നു. ജഡ്ജിയോട് പറഞ്ഞത് അറിയില്ല. അല്ല, കോടതി പറയുമ്പോഴത്തേക്ക് വക്കീൽ പഠിപ്പിച്ചതല്ലേ പറയുള്ളൂ. പത്രപ്രവർത്തകരോട് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല. അതും കുറ്റവിമുക്തനാക്കിയതിന് ശേഷം. അതെ. അപ്പൊ ഇതില് ഈ രണ്ടാമത് നമ്മൾ ഈ വളരെ വർഷത്തിന് ശേഷം കഥ പറയുമ്പോഴും ബെനഡിക്റ്റിനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുന്നില്ല. അല്ല, തെളിവുകളെല്ലാം അങ്ങനെയാണ്. മാത്രമല്ല, ഈ മറിയക്കുട്ടി എത്തുമ്പോൾ അച്ഛൻ പണം കൊടുത്തിരുന്നു. എന്തിനാണ് അച്ഛൻ പണം കൊടുത്തത്? വാസ്തവം ഇടക്കിടക്ക് മോന് ആയിട്ട് പോയി ഇത് നിങ്ങളുടെ വിത്തല്ലേ എന്ന് ചോദിക്കാനാണല്ലോ കൊണ്ടുപോകുന്നത്. അതെ അതെ. അമ്മയുടെ മൊഴിയുണ്ട്, അമ്മ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അമ്മ അറിയുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്നുള്ളൂ. അതെ അതെ. ഇതൊക്കെ ആഭരണമൊക്കെ ഏതായാലും ബെനഡിക്റ്റ് വിശുദ്ധനായില്ല, ആയിട്ടില്ല ഇതുവരെ. അത് വത്തിക്കാൻ തീരുമാനിക്കണമല്ലോ. അപ്പൊ വേറെ കടലാസുകൾ അങ്ങോട്ട് ചെല്ലുമല്ലോ. ബലാത്സംഗിയും കൊലപാതകയുമായ ഒരാളെ വിശുദ്ധനായി നമ്മൾ കാണേണ്ടി വരും. അത് പക്ഷേ ഈ ഗോവയിലെ ഈ പെർസിക്യൂഷനിലെ ഈ മറ്റേ ഹിന്ദുക്കളെ ഓടിച്ച ഫ്രാൻസിസ് സേവിയർ അല്ലേ, അങ്ങേരും വിശുദ്ധനായല്ലോ. എന്തൊരു കഥ തുടരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.